ദ വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കാലത്ത് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് ഷി ജിൻപിങ്ങിന്റെ റോൾ മോഡൽ ആയിരുന്നുവെന്നും എന്നാൽ ഇന്ന് വ്ളാഡിമിർ പുടിൻ ഷി ജിൻപിങ്ങിന്റെ ഒരു ജൂനിയർ പാർട്ണറായിട്ട് മാറിയിരിക്കുന്നുവെന്നുമാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അതിന്റെ തലക്കെട്ട് പോലും അങ്ങനെയാണ്. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് അമേരിക്കയും പാശ്ചാത്യ ലോകവും കരുതുന്നത് ഈ വരുന്ന ഒരു വർഷം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 6 മാസം മുതൽ ഒരു വർഷം വരെയുള്ള സമയം റഷ്യയും ലോകവും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു കാലഘട്ടമായിട്ട് ഇത് മാറുകയാണ്. ഒന്നുകിൽ വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ സ്ഥാനം നഷ്ടപ്പെട്ട് രാജ്യം വിടുകയോ തടവിലാക്കപ്പെടുകയോ ചെയ്യാം, അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്ന, അദ്ദേഹത്തിന് ഒരുപക്ഷെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ റഷ്യ കടുങ്കൈ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായേക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പുടിനെ വധിക്കാനുള്ള ശ്രമം ഉക്രൈൻ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുടിനെ വധിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ചിലപ്പോൾ ഉക്രൈൻ ശ്രമിച്ചേക്കാം. അതേസമയം തന്നെ ഈ പുടിന്റെ തന്നെ ടീമിൽ റഷ്യയുടെ ഉള്ളിൽ തന്നെ ചിലർ പുടിനെ മാറ്റിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. സൈന്യത്തിലുള്ള ഉന്നതരായ ആളുകളോ അല്ലെങ്കിൽ പുടിനെ ശേഷം അടുത്ത് 2ാം നിര അല്ലെങ്കിൽ 3ാം നിര നേതാക്കളിൽ നിന്ന് ആരെങ്കിലുമോ വ്ളാഡിമിർ പുടിനെ സൈഡാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. ഇങ്ങനെ പല സാധ്യതകളും ഇപ്പോൾ നിൽക്കുകയാണ്. യുദ്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നു. റഷ്യക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. റഷ്യക്കുള്ളിൽ പലയിടങ്ങളിലും ആക്രമണം ഉണ്ടാവുന്നു. റഷ്യയിലെ ജനങ്ങളും യുദ്ധത്തിന്റെ ദുരിതം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. പുടിനെതിരായ ചില പ്രതികരണങ്ങളൊക്കെ പലയിടങ്ങളിലുമുണ്ട്. അതിനെ അടിച്ചമർത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പാശ്ചാത്യ ലോകം പ്രതീക്ഷിക്കുന്നത്? അവര് ചൈനയുടെ ഇടപെടലുകൾ ഗൗരവത്തോടെ നോക്കുകയാണ്. ചൈന ഈ പുടിൻ കഴിഞ്ഞാൽ പിന്നെ റഷ്യയിൽ സ്വാധീനമുള്ള നേതാക്കളെയും റഷ്യൻ സൈന്യത്തിലെ ഉന്നതരെയും ഒക്കെ കയ്യിലെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ചൈന ഇവരുമായിട്ട് വളരെ അടുപ്പം സ്ഥാപിക്കാനും ബന്ധം സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്ന് പാശ്ചാത്യ ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, റഷ്യൻ ഇന്റലിജൻസിനും വിവരം കിട്ടിയിട്ടുണ്ട് ചൈനയുടെ ഈ നീക്കം. പുടിൻ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ് ചൈന. പുടിൻ എന്തെങ്കിലും സംഭവിച്ചാൽ റഷ്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ചൈന ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ പാശ്ചാത്യ ലോകം കരുതുന്നത് ചൈനയ്ക്ക് എന്തൊക്കെയോ അറിയാം. അതായത് പുറത്ത് നമുക്കറിയാത്ത എന്തൊക്കെയോ, അത് റഷ്യയുടെ ഉള്ളിൽ, റഷ്യൻ ഭരണകൂടത്തിനകത്ത് അല്ലെങ്കിൽ പുടിന്റെ ടീമിനുള്ളിൽ ആർക്കൊക്കെയോ പുടിനോട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നും ഒരുപക്ഷെ നാളെ ഒരു സമയത്ത് പുടിൻ കൊല്ലപ്പെടാനോ അധികാരമാറ്റം ഉണ്ടാകാനോ റഷ്യയിൽ സാധ്യതയുണ്ട് എന്നും ചൈന മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനു വേണ്ട തയ്യാറെടുപ്പ് ചൈന തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് വെസ്റ്റേൺ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈന പതിയെ പതിയെ റഷ്യയെ ഒരു വലിയ ലാവോസ് ആക്കിയോ ഒരു പാകിസ്ഥാൻ ആക്കിയോ മാറ്റും എന്നും ഈ ലേഖനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ ലാവോസ് എന്ന് പറയുന്നത് ചൈനയുടെ ഒരു അടിമ ദേശം പോലെയാണ്. അത്രയും ചൈനയോട് വിധേയത്വം പുലർത്തുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. നമ്മൾ റഷ്യ എന്ന് പറയുന്ന ഒരു മഹാശക്തിയെ ഈ വിധത്തിൽ ദുർബലമായ രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുന്നതിന്റെ ഔചിത്യം വേണമെങ്കിൽ പലർക്കും ചോദിക്കാം. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ ലോകവും ചരിത്രവും പരിശോധിച്ചാൽ ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമല്ല. ഒരു ഭരണാധികാരിയുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ സ്ഥാനം മാറിയതോടു കൂടിയിട്ട് ഒരു രാജ്യം തകർന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അശോക ചക്രവർത്തിയുടെ കാലത്താണ് മൗര്യ സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് മൗര്യ സാമ്രാജ്യം പതിയെ 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 ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോ ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യം വളരെ ശക്തമായി വളരുകയും ചെയ്യാം. അതേപോലെ തന്നെ ഒരു ദുർബലനായ ഭരണാധികാരിയുടെ കാലത്ത് ഒരു രാജ്യം ഇല്ലാതാവുകയും ചെയ്യാം. അപ്പൊ ഇതൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. റഷ്യയുടെ കാര്യത്തിൽ ഏകദേശം 10-28 വർഷമായിട്ട്, ഏതാണ്ട് 3 പതിറ്റാണ്ടോളമായിട്ട് റഷ്യയെ നയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വ്ളാഡിമിർ പുടിനാണ്. കുറെ കാലം പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ പ്രധാനമന്ത്രിയായി, പിന്നെ വീണ്ടും പ്രസിഡന്റായി. എത്ര കാലം വേണമെങ്കിലും പ്രസിഡന്റായിട്ടിരിക്കാൻ പറ്റുന്ന വിധത്തിൽ അവിടെ നിയമപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ വ്ളാഡിമിർ പുടിൻ ആധുനിക റഷ്യയുടെ ഒരു ചക്രവർത്തി തന്നെയാണ്. സോ ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമുള്ള റഷ്യ ഇന്നത്തെ നിലയിലേക്ക് ഈ ഒരു ശക്തിയായിട്ട് മാറുന്നത്. അപ്പൊ ആ റഷ്യ പുടിൻ ഇല്ലാതെ വന്നാൽ എന്തായി തീരും? റഷ്യ നമുക്കറിയാം, വലിയ രാജ്യമാണ്. ഒരുപാട് റിപ്പബ്ലിക്കുകളും സ്റ്റേറ്റുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളും ചെറിയ ചെറിയ രാജ്യങ്ങളും ഒക്കെ ചേർന്നുണ്ടായ ഒരു വലിയ രാജ്യമാണ്. അപ്പോൾ പുടിന്റെ അഭാവത്തിൽ
അടുത്ത ആരായിരിക്കും റഷ്യയിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്നത്? ആ വ്യക്തിക്ക് പുടിനെ പോലെ ആ ഒരു ഇമേജ് നിലനിർത്തി, ഭരണ മികവ് നിലനിർത്തി രാജ്യത്തെ നയിക്കാൻ കഴിയുമോ? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പോളിസി? ഇതെല്ലാം വളരെ പ്രധാനമാണ്. 5000-ലധികം ആണവായുധങ്ങളുള്ള അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യ നാളെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? റഷ്യ നേരിടുന്ന പ്രശ്നം യൂറോപ്യൻ ഉപരോധവും അമേരിക്കൻ ഉപരോധവും റഷ്യൻ എക്കണോമിയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ശരിക്കും ചൈന എന്ന് പറയുന്ന രാജ്യത്തോട് വളരെയധികം വിധേയപ്പെട്ട് ഡിപ്പെൻഡഡ് ആണ് റഷ്യ. കാരണം അത്രയും ഉപരോധങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റഷ്യ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പുടിന്റെ ഒരു ഭരണ മികവും എക്സ്പീരിയൻസും റഷ്യ ഒരു വലിയ ശക്തിയായിട്ട് എന്നും നിലനിർത്തുന്നുണ്ടെങ്കിലും നാളെ പുടിൻ ഇല്ലാതായി കഴിഞ്ഞാൽ ചൈന ശ്രമിക്കുന്നത് റഷ്യയിൽ പിടിമുറുക്കാനായിരിക്കും. ചൈനയ്ക്ക് ഒരു സാമന്ത രാജ്യമായിട്ട് റഷ്യ വേണം. റഷ്യയുടെ ടെക്നോളജി വേണം, റഷ്യയുടെ എക്സ്പീരിയൻസ് വേണം. അതേ സമയത്ത് തന്നെ ചൈന ആഗ്രഹിക്കുന്നത് റഷ്യയെ വിഴുങ്ങണമെന്നാണ്. എന്ന് വെച്ചാൽ ചൈനയ്ക്ക് റഷ്യയുടെ മുകളിൽ പോകണം. ഈ വാൾ സ്ട്രീറ്റ് ജേണലിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഒരിക്കൽ ഷി ജിൻപിങ് തന്റെ റോൾ മോഡലായിട്ട് കണ്ടത് റഷ്യൻ പ്രസിഡന്റ് പുടിനെയാണ്. പിന്നീട് ഷി ജിൻപിങ് പുടിനേക്കാൾ വളർന്നു. ഇന്നിപ്പോ റഷ്യൻ പ്രസിഡന്റ് ചൈനയുടെ ഒരു ജൂനിയർ പാർട്ണറാണ് എന്നാണ് വെസ്റ്റേൺ ലോകം കരുതുന്നത്. കാരണം എക്കണോമിക്കലി ആണെങ്കിലും ടെക്നോളജി പരമായിട്ടാണെങ്കിലും ഇന്ന് ചൈന റഷ്യയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യയുടെ മേൽ ഒരു വലിയ ശക്തിയായിട്ട് ഇന്ന് ചൈന വളർന്നു വരികയാണ്. അപ്പൊ ചൈനയ്ക്ക് അത്രയും സ്വാധീനം ഇന്നുണ്ട്. ഇന്ന് ഈ റഷ്യക്കാരായിട്ടുള്ള ആളുകൾ ചൈനീസ് കൾച്ചറിനോട് ആഭിമുഖ്യം പുലർത്തുകയാണ്. അവർക്ക് അതിനോട് വലിയ ഒരു മതിപ്പ് തോന്നുകയാണ്. ചൈനയിലെ ഡെവലപ്മെന്റ്, ചൈനയിലെ നഗരങ്ങൾ, ടെക്നോളജി, അവരുടെ ജീവിത രീതിയൊക്കെ റഷ്യൻ ജനങ്ങൾ ആകർഷിക്കപ്പെടുകയാണ് അതിലേക്ക്. മാത്രമല്ല ചൈനീസ് ഭാഷ പതിയെ 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 റഷ്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. രാജ്യം വലുതാണെങ്കിലും 14 കോടി ജനങ്ങളെ ഉള്ളൂ ഈ റഷ്യയില്. അപ്പൊ ചൈനയുടെ വികസനവും ആ വികസന മോഡലും റഷ്യൻ ജനതയെയും സ്വാധീനിക്കുന്നു എന്നാണ് ചില പഠനങ്ങളും പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ ഒരു വെസ്റ്റേൺ ഒരു കൾച്ചറിന്റെ സ്വാധീനം ഉണ്ടായത്. അതായത് അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിനോട് ലോകം മുഴുവൻ ആളുകൾക്ക് ഒരു ആഭിമുഖ്യം തോന്നുന്നത്, അത് മികച്ചതാണെന്ന് തോന്നുന്നത് സാമ്പത്തികമായും സൈനികമായും സാങ്കേതികമായും വെസ്റ്റേൺ വേൾഡ് ലോകത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെയാണ്. അപ്പോൾ സമ്പന്നന്റെ വസ്ത്രധാരണത്തോട് മിഡിൽ ക്ലാസ് മനുഷ്യർക്ക് അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളിലെയും അവികസിത രാജ്യങ്ങളിലെയും ജനങ്ങൾക്കും ആഭിമുഖ്യം തോന്നും. അവരുടെ കാഴ്ചപ്പാടിലോ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത്, അങ്ങനത്തെ ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നത്, ആ ഫോണുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഇങ്ങനെ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നത്. സോ ഈ സമ്പന്നർ ചെയ്യുന്നത് അതിനോട് ഒരു അനുകരണം പുലർത്താൻ ലോകം മുഴുവൻ എല്ലാ കാലവും ഒരു മനുഷ്യനൊരു താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതിക്കിപ്പുറം ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുമെല്ലാം ഒരു വെസ്റ്റേൺ ഒരു ഡോമിനേഷനാണ് ലോകത്തുള്ളത്. അമേരിക്കൻ യൂറോപ്യൻ കൾച്ചർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ അവരുടെ സിനിമകൾ, അവരുടെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടതായത്? ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് ലോകം നിയന്ത്രിക്കുന്ന ഒരു ശക്തി. ഇന്നത്തെ വേൾഡ് ഓർഡർ അമേരിക്കയുടെ സംഭാവനയാണ്, വെസ്റ്റേൺ സംഭാവനയാണ്. അവരാണ് ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ലോകം മുഴുവൻ സ്വാധീനമുള്ള ശക്തിയാണ്, സമ്പന്നമാണ്. അപ്പൊ അവരോടുള്ള ഒരു ആഭിമുഖ്യം, പിന്നെ അവരുടെ സ്വാധീന ബലമായിട്ട് എല്ലായിടത്തും അവരുടെ ഭാഷ അറിഞ്ഞാലേ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെയാണ് ആളുകൾ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത്. അതൊരു വെസ്റ്റേൺ വൽക്കരണമാണ്. അമേരിക്കൻ യൂറോപ്യൻ കൾച്ചർ നമ്മൾ അറിയാതെ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇത് തന്നെയാണ് ചൈനയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ നിന്ന് ചൈനയിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന യുവാക്കളുടെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവര് അങ്ങ് മതിമറന്നു പോവാ അല്ലേ? അവിടെ ചെന്നിട്ട് ചൈന കണ്ടിട്ട് തലറങ്ങി വീഴാണ്. എന്റെ ദൈവമേ, ഇതാണോ ചൈന, എന്ത് അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അക്കരെ 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 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതില് മോഹൻലാലും ശ്രീനിവാസനും 2 കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്, ദാസനും വിജയനും. ആ സിനിമയില് ഇവർ അമേരിക്കയിൽ പോകുമ്പോൾ തലയിറങ്ങി വീഴുന്നുണ്ട്. അതായത് അമേരിക്ക കണ്ട് അന്തം വിട്ടു പോവാണ്. അമേരിക്കൻ കൾച്ചർ, അമേരിക്കൻ ജനതയുടെ വസ്ത്രധാരണം, ബഹുനില കെട്ടിടങ്ങൾ, മനോഹരമായ റോഡുകൾ, വാഹനങ്ങൾ. ആ കാലത്ത് 80കളിലും 90കളിലും 2000-ലും ഒരുപക്ഷെ 2010 വരെയൊക്കെ അമേരിക്ക എന്നൊക്കെ പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം വേൾഡ് ആണ്, വേറെ ലെവൽ സ്ഥലം. ഇന്നിപ്പോൾ അത് ചൈനയായിട്ട് മാറി. കാരണം ഇന്ന് ചൈന ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. ചൈനീസ് കൾച്ചർ അല്ലെങ്കിൽ ചൈനീസ് ഭാഷ, ചൈനയുടെ ഭക്ഷണ രീതി, ചൈനയിലെ നഗരങ്ങൾ, ജീവിതശൈലി, ടെക്നോളജി, അതെല്ലാം ആളുകൾക്ക് അത്ഭുതമായി തോന്നുന്നു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? അത് പതിയെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് ചൈനയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പ്രകടമാണ്. പാകിസ്ഥാനിലുണ്ട്,
ഇത് ലാവോസ്, തായ്ലൻഡ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. അതുപോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണാൻ പറ്റും. പതിയെ പതിയെ വെസ്റ്റേൺ, ഞാൻ അത്ഭുതപ്പെടുന്നത് യൂറോപ്യൻസും അമേരിക്കൻസും ചൈനയിൽ വന്നിട്ട് അന്തം വിട്ട് നോക്കുകയാണോ, ചൈന എന്ത് അടിപൊളിയാണ്. ഒരു കാലത്ത് അമേരിക്കയെ കുറിച്ച് പറഞ്ഞത് ഇന്ന് ചൈനയെ കുറിച്ച് പറയാണ്. സോ ചൈനയുടെ ഒരു ഡോമിനേഷൻ നമുക്ക് വ്യക്തമാണെന്ന്. അപ്പൊ അമേരിക്കയുടെ ഒരു പൊസിഷനിലേക്ക് ചൈന വളരെയാണ്. അപ്പൊ എന്ത് പറ്റും, അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായിരിക്കും ആദ്യം ചൈനയിലേക്ക് ആകർഷിക്കപ്പെടുക. അപ്പൊ അതില് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൾച്ചർ, സംസ്കാരം, 1500 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യമൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇല്ലാതായി കഴിഞ്ഞാൽ ചൈനീസ് അധിനിവേശം, സാംസ്കാരിക അധിനിവേശം റഷ്യയിലേക്ക് പതിയെ പതിയെ കടന്നു കയറും എന്നുള്ളതാണ് ഇന്ന് വെസ്റ്റേൺ വേൾഡ് വിശ്വസിക്കുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാനെ പോലെ, ലാവോസിനെ പോലെ റഷ്യ ചൈനയുടെ ഒരു സാമന്ത രാഷ്ട്രമായി മാറുമെന്ന് പാശ്ചാത്യ ലോകം ഇന്ന് ആശങ്കപ്പെടുന്നുണ്ട്. സോ വ്ളാഡിമിർ പുടിൻ എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത അധികാരത്തിൽ വരുന്ന ഒരു റഷ്യൻ പ്രസിഡന്റ് ഒരു പ്രോ ചൈനക്കാരനായിരിക്കണം എന്ന് ചൈനയ്ക്കൊരു കണക്കൂട്ടലുണ്ട്. അതിനുവേണ്ടിയുള്ള പണി ചൈന തുടങ്ങിയെന്നാണ് വെസ്റ്റേൺ വേൾഡ് ഇപ്പോൾ കരുതുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.